ഓ ഇവിടെ നിറച്ച് വെള്ളമാണല്ലോ. അല്ല ചേച്ചി തന്നെ വിളിച്ചിട്ട് തുളപ്പണി. എടി വാ നമുക്ക് ആ കടയിലൊന്ന് പോയിട്ട് വരാം. അല്ല നീ എന്തെന്ന് സ്കൂളിൽ പോകാഞ്ഞ? ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ ചേച്ചി? ഞാൻ പോയിട്ട് എന്താ കാര്യം? ഓ അല്ല ചേച്ചി എന്തായിരുന്നു പോവാഞ്ഞ? ഞാൻ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ലടി. നമ്മൾ സെയിം ആണല്ലേ. അല്ല കോളേജിൽ അവിടെ പുറത്ത് കുറെ എണ്ണം കറങ്ങി നടക്കുമ്പോൾ നമ്മളാ കോളേജിൽ പോയി വെറുതെ ഇരുന്നിട്ട് എടാ സത്യം. അല്ല എന്ത് സാധനം മേടിക്കാൻ പോണ ചേച്ചി? ഓ ഒന്നും പറയണ്ടടി, രാവിലെ എണീറ്റപ്പോട്ടോ അല്ലേ അച്ഛാമ്മ ഭയങ്കര കടയിൽ പോന്നും പറഞ്ഞോണ്ട്. നീ വന്നോണ്ട് അല്ലെങ്കിൽ ഞാൻ പോകുകയില്ലായിരുന്നു. എനിക്കാണല്ലേ നല്ലോണം വിശക്കണുണ്ട്. നീ വല്ലതും കഴിച്ചാ? ഇന്നലെ രാത്രി അമ്മ കപ്പപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞാറ്റ വന്നതിന് മുമ്പ് ഞാൻ എടുത്ത് കഴിച്ചു. കപ്പപ്പുട്ടാ? കപ്പപ്പുട്ട്. എന്ത് സാധനം? ചേച്ചി കഴിച്ചിട്ടില്ലേ? അല്ലടി അതെങ്ങനെ ഉണ്ടാക്കണം? അമ്മ ഇന്നലെ കപ്പയൊക്കെ മേടിച്ചിട്ട് വന്ന് ചിരണ്ടിരുന്ന് ഉണ്ടാക്കിയതാ. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് തിന്നാനല്ലേ അറിയാവുള്ളൂ ചേച്ചി. അതെ അതെ വാ. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടില്ലേ കോളേജിലൊരു പെട്ടി വെക്കുവേ. അപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിലും അതിൽ കൊണ്ടുവന്ന് മറ്റേ ലെറ്റർ ഇടാം. ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നമ്മുടെ പേരെഴുതി ലെറ്റർ ഇടും. അപ്പൊ പിന്നെ നമ്മളതും പ്രതീക്ഷിച്ചിരിക്കും. അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ട്. പിന്നെ ഇവിടെ അടുത്തേക്കും കടയൊന്നുമില്ല, അങ്ങ് അറ്റത്ത് പോണം കടയില്. ഞാൻ കാണാത്ത കടയല്ലേ? അച്ഛാവല്ല സീനാണല്ലോ. ചേച്ചിന്ന് കപ്പപ്പുട്ട വെച്ചത് തന്നെ. അതൊന്നും വലിയ കാര്യമില്ലപ്പാ. അയ്യോ എല്ലാ കൂട്ടം സാധനം മേടിച്ചാ? പറഞ്ഞാലും കൂടുതൽ സാധനം വാങ്ങിയിട്ടുണ്ട്. അല്ല 4 കൂട്ടം പറഞ്ഞു വിട്ടാൽ 1.5 കൂട്ടേ കൊണ്ടുവരുള്ളൂ. 2 കൂട്ടം മറക്കുകയും ചെയ്യും, 1/2 കൂട്ടം മുക്കുകയും ചെയ്യും. അതുകൊണ്ട് ചോദിച്ചു. എങ്കിൽ അച്ചാമ്മക്കങ്ങാട് പോയി വാങ്ങിച്ചാൽ പോരായിരുന്നോ? എങ്കിൽ അച്ചാമ്മക്ക് പോയി വാങ്ങിച്ചാൽ പോരായിരുന്നോ? നിന്റെ അമ്മ നല്ല കുക്കാണല്ലേടി? അമ്മ അത്യാവശ്യം കുക്കൊക്കെ ചെയ്യും. എന്താണ് നിന്റെ അമ്മ കപ്പപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കണ? അതില്ലേ, അമ്മ കപ്പ ആദ്യം 4ആയിട്ട് മുറിക്കും. എന്നിട്ട് മറ്റേ ചിരണ്ട സാധനമില്ലേ അതിലിട്ട് ചിരണ്ടി അതിന്റെ വെള്ളമൊക്കെ എന്തോ കളയെന്ന് തോന്നുന്നു. പിന്നെ തേങ്ങയൊക്കെ ഇട്ട് കുഴച്ച് ആ കുറ്റിയിലോട്ട് അങ്ങോട്ട് നിറക്കും. എന്നിട്ട് എടുത്തണ്ടല്ലോ അമ്മ ഉണ്ടാക്കണ എല്ലാം ഭയങ്കര ടേസ്റ്റാ. നല്ല ടേസ്റ്റ് ആയിരുന്നല്ലേ? അവിടെ അമ്മ ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. അല്ലടി ഈ കപ്പയുടെ വെള്ളം എന്തിനാ പിഴിഞ്ഞാളാണ്? ഇത് എന്തുണ്ടാക്കാനാടി? എന്തിന്റെ കാര്യം നീ ചോദിക്കണം? അത് അച്ചാമ്മക്കൊന്നും അറിയാൻ പാടില്ല. ഇത് കപ്പപ്പുട്ട് ഉണ്ടാക്കണ കാര്യ പറ. കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ വെള്ളം പിഴിഞ്ഞാൽ മത്ത് പോകാനാണ്. അച്ചാമ്മക്ക് കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ അറിയുമോ? അതാർക്കാണ് അറിയാൻ മേലത്തെ കപ്പപ്പുട്ട് ഉണ്ടാക്കണം? കപ്പ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഉണ്ടാക്കി തന്നേനുമില്ല. അച്ചാമ്മക്കപ്പ അതറിയാല്ലേ? കപ്പ മേടിച്ചിട്ട് വാ, ഉണ്ടാക്കി തരാം. അച്ചാമ്മ പറഞ്ഞ സാധനം എല്ലാം ഈ കിറ്റിലുണ്ട്. ഇനി അച്ചാമ്മ പറയാത്ത സാധനം കപ്പയും ഇവിടെ ഉണ്ട്. ഇനി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് മാത്രം പറയാതിരുന്നാ മതി. അയ്യോ എടീ, എനിക്ക് അത്രക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാൻ മേല. അവളുടെ അമ്മക്ക് നല്ലോണം ഉണ്ടാക്കാൻ അറിയാമല്ലോ. അവളുടെ അമ്മയോട് പറഞ്ഞൊന്നും ഉണ്ടാക്കിക്കടി. അല്ലെങ്കിൽ അച്ചാമ്മക്ക് ഓന്തിന്റെ സ്വഭാവമാണ്. നിന്ന് നിപ്പിലാണ് വാക്ക് മാറണത്. എനിക്ക് മര്യാദക്ക് ഉണ്ടാക്കി തന്നു, വെറുതെ പൊട്ടം കളിക്കല്ലേ. വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കി തരാം. ഇപ്പം അവിടെ ഉപ്പുമാവും പഴവും ഉണ്ട്, അത് കഴിക്കി. വൈകുന്നേരം ആകുമ്പോൾ മീൻകറിയും കൂടി റെഡിയാക്കി തരാം. നിവേ അവിടെ കുത്തിരിക്കാതെ കപ്പയെന്ന് എടുത്ത് റെഡിയാക്കി എടുത്തേ. കപ്പ പുട്ട് തിന്നണോ? ഞാൻ അങ്ങനെ റെഡിയാക്കി എടുക്കണ കപ്പ? പിന്നെ എനിക്കറിയില്ല, അച്ചാമ്മക്കല്ലേ അറിയാവുന്ന. വെറുതെ പുട്ട് തിന്നുവാ? മീൻകറി വേണോ? അന്ന് ഞാൻ ചെത്തി എടുക്കട്ടെ, കപ്പ ഉരച്ചെടുക്ക്. അയ്യോ അച്ചാമ്മേ, കത്തി ഒടിഞ്ഞു പോയല്ല. ആ കത്തി എടുത്താണ് ആ കപ്പ പൊട്ടിക്കണത്. 1-ാം തരം കത്തിയായിരുന്നു, അത് ഒടിച്ചു കളഞ്ഞു അച്ചാമ്മ. കത്തി ഒടിഞ്ഞത് പിന്നെ 1-ാം തരം കത്തി. ഞാൻ ജനിച്ചപ്പോ മുതൽ കാണുന്ന കത്തിയാണിത്. ഇങ്ങനെയെങ്കിലും ഇതിന്റെ കാര്യം കഴിഞ്ഞല്ല. അച്ചാമ്മേ, ഇതാ നിനക്ക് ഈറിയിട്ട് വേണ്ടേ ഉറച്ചെടുക്കാൻ?
അല്ല നിന്റെ കൂട്ടുകാരത്തിയോട് ചോദിച്ച് മനസ്സിലാക്കണുണ്ടായിരുന്നല്ലോ, നാലായിട്ട് മടക്കണമെന്നാ പൊളക്കണമെന്നാ ഒരക്കണമെന്നൊക്കെ ചോദിക്കണുണ്ടായിരുന്നിട്ട് ഇപ്പം എന്താ മനസ്സിലായില്ല? ഓക്കെ. എന്തോരം വെള്ളയല്ലേ അച്ചാമ്മ ഇതിന്ന് വന്നത്. അച്ചാമ്മ പിഴിഞ്ഞോണ്ട് അത്ര വന്ന ഞാൻ വല്ലതാണ് ഇത് നിറച്ചാനെ. നിറച്ചാനെ എന്തായാലും ഇന്ന് നീ കോളേജിൽ പോവാഞ്ഞ? റോസാപ്പൂവാ ഏതാണ്ടൊക്കെ പൂവൊക്കെ കിട്ടുന്ന ദിവസമായിരുന്നല്ലോ. നമുക്കറിയാൻ പാടില്ലേ ഞാൻ നല്ല വെച്ചാണ്. ആണോ? അമ്പോ ബെസ്റ്റ്. എൻ്റെ കൊച്ചു നല്ല കൊച്ചായതുകൊണ്ടാണ് ഇന്ന് പോകാഞ്ഞപ്പോ. ആഹാ ശരി. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആയിരുന്നു. ഗോതമ്പ് പുട്ട് കഴിച്ചേക്കണ പോലെ ഇരിക്കണല്ലോ. വാ അടിപൊളി കറക്റ്റ്. ആദ്യമായിട്ടാണ് അച്ചാമ്മ പുട്ടുണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് കുത്തി. ഒന്ന് പോടി മച്ചാത്തി. അതെ ഇതിനകത്തെ തേങ്ങാപ്പീരി ഇച്ചിരി കൂടുതലിട്ടേക്ക് കേട്ടാ. ഓ പുട്ട് കാണാൻ തന്നെ എന്ത് രസല്ലേ. ഞാനല്ലേടി ഉണ്ടാക്കിയത്. അതിനെ കുറിച്ചൊന്നും പറഞ്ഞേക്കരുത്. ആദ്യമായിട്ടാണ് ഒരു പുട്ട് പൊടിയാണ് ഉണ്ടാക്കി കാണുന്നത്. പിന്നെ നീയാണോ ഇവിടെ ഉണ്ടാക്കണ പുട്ട്? ഓ അമ്മൂനെ കണ്ടതുകൊണ്ട് കൊള്ളാം. കിട്ടുന്ന സാധനം. അമ്മൂലല്ലേ ഉണ്ടാക്കി, ഞാനല്ലേ ഉണ്ടാക്കി. അവള് വന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കി തന്നത്. സൂപ്പറാണല്ലേ. എത്ര നാട്ടോ ആദ്യമുള്ള കപ്പപ്പുട്ട് കഴിക്കണം. സുഖമാണ്. അത് മീനും കൂടി കഴിക്കണം അല്ലേ. ഇനി രാത്രി കഞ്ഞിയൊന്നും വെക്കണ്ടല്ലോ. ഒരു വർഷം പുട്ടുകൂടി അവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിച്ചു. അതവിടെ വെച്ചോ, അടുത്ത് കഴിച്ചേക്കാം. ചൂണ്ടക്കറി പോണണ്ട.
മീനുണ്ട്. ഇഷ്ടംപോലെ മീനുണ്ടാവുമല്ലേ ഇത്? അമ്മ വരുവാ ഇന്ന്. അമ്മ ചേർത്തൊന്നുമില്ല. അമ്മ വരുവാ പുട്ട കൊടുത്തേരും. അവളുടെ അമ്മ ഉണ്ടാക്കണ പുട്ടാണ് നല്ലത്, ഈ ഞാനുണ്ടാക്കണ പുട്ടാണ് നല്ലതെന്ന് അറിയാമല്ല. എൻ്റെ അച്ചാമ്മനെ പോലത്തെ കുസുമിനെ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല.